728 മുതൽ 756 വരെയുള്ള നാമങ്ങളുടെ അർത്ഥം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്ലോകങ്ങൾ 141 മുതൽ 145 വരെ. 141 ശ്ലോകം. ചിത്കലാനന്ദകലികാ പ്രേമരൂപാ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി. ചിത്കലാനന്ദകലിക, ഇത് രണ്ട് നാമങ്ങളാണ്, ചിത്കല എന്നും ആനന്ദകലിക എന്നും. ചിത്കല, ചിത്തിൻ്റെ കലയാണ് ദേവി എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ദേവി ചൈതന്യശക്തിയുടെ അംശമായി എല്ലാ ചരാചരങ്ങളിലും വസിക്കുന്നതിനാൽ ചിത്കല എന്ന് പറയുന്നു. ആനന്ദകലിക, കലിക എന്നാൽ മൊട്ട എന്ന് പറയാം. അപ്പോൾ ഈ നാമം ദേവിയെ ആനന്ദത്തിൻ്റെ മൊട്ടായവൾ, ആനന്ദമയ കോശത്തിൻ്റെ മൊട്ടായവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. പ്രേമരൂപ, ദേവി പ്രേമസ്വരൂപിണിയാണ് എന്നിവിടെ പറയുന്നു. ദേവി മാഹാത്മ്യത്തിൽ യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ ജീവികളിലും പ്രേമസ്വരൂപിണിയായി ദേവി കുടികൊള്ളുന്നു എന്നർത്ഥം. പ്രിയംകരി, പ്രിയത്തെ ചെയ്യുന്നവളാണ് പ്രിയങ്കരി. ഭക്തിയാൽ സന്തോഷിച്ച് ദേവി ഭക്തർക്ക് പ്രിയത്തെ ചെയ്യുന്നു. ദേവിയുടെ കാരുണ്യത്താൽ ഇഹലോകത്തിൽ സുഖവും പരലോകത്തിൽ മുക്തിയും ലഭിക്കുന്നു. നാമപാരായണ പ്രീത, ദേവി നാമപാരായണങ്ങളാൽ പ്രീതിപ്പെടുന്നവളാണ് എന്ന് പറയുന്നു. കാലവ്യവസ്ഥയോട് കൂടിയ ജപമാണ് പാരായണമെന്ന് പറയുന്നത്. പല രീതിയിലാവാം ഇത്. ഒരു ദിവസം, 7 ദിവസം, ഒരു പക്ഷം അതായത് 14 ദിവസം, ഒരു മാസം, 36 ദിവസം, 41 ദിവസം എന്നിങ്ങനെ പല കാലവ്യവസ്ഥയോടുകൂടി. നന്ദിവിദ്യ, നന്ദികേശ്വരൻ ദേവിയുടെ പരമഭക്തനാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ തോന്നിയ രീതിയിൽ ഉപാസന ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തിയെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ നാമത്തിൽ നന്ദികേശ്വരനാൽ ഉപാസിക്കപ്പെട്ട വിദ്യാസ്വരൂപിണി എന്ന് പറയുന്നു. നടേശ്വരി, നടേശൻ ശിവനാണ്. അപ്പോൾ ശിവൻ്റെ പത്നിയായ ദേവിയെ നടേശ്വരി എന്ന് വിളിക്കുന്നു. താണ്ഡവ നൃത്തം ചെയ്യുന്ന ചിദംബരനായ നടരാജൻ്റെ പത്നി എന്ന് പറയാം. 142 ശ്ലോകം. മിഥ്യാജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാലയകരി ലജ്ജ രംഭാതിവന്ദിത. മിഥ്യാ ജഗദധിഷ്ഠാന, മിഥ്യയായ ജഗത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ തോന്നലിന് കാരണമായവൾ എന്ന ഈ നാമത്തിന് അർത്ഥം പറയുന്നു. പ്രപഞ്ചത്തെ മാത്രമായി ചിന്തിക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നുന്നു. എന്നാൽ കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ അത് നിത്യമല്ല, മറിച്ച് മിഥ്യയാണ് എന്നറിയാം. ഈ തോന്നലിന് കാരണം ദേവിയാണെന്ന് ഇവിടെ പറയുന്നു. മുക്തിദ, മുക്തിയെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. മുക്തിരൂപിണി, ദേവി മുക്തിയുടെ രൂപമാണ് എന്ന് ഇവിടെ പറയുന്നു. ലാസ്യപ്രിയ, താണ്ഡവം, ലാസ്യം എന്ന 2 തരം നൃത്തങ്ങളിൽ ലളിതവും മന്ദവും സ്ത്രൈണവുമായ നൃത്തമാണ് ലാസ്യം. ലാസ്യനൃത്തം പ്രിയമായിട്ടുള്ളവളാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. ലയകരി, ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവ പരിപൂർണമായി മുഴുകിയിരിക്കുന്ന അവസ്ഥയെ ലയമെന്ന് പറയുന്നു. ദേവി ലയത്തെ ചെയ്യുന്നവളാണ് എന്ന് പറയുന്നു. ലജ്ജ, ചിത്തവൃത്തിയുടെ ഒരു രൂപമാണ് ലജ്ജ. ദേവി കുലസ്ത്രീകളിൽ ലജ്ജാരൂപത്തിൽ കുടികൊണ്ട് അവരെ ധർമ്മച്യുതിയിൽ നിന്ന് വിലക്കി പാതിവൃത്യം സംരക്ഷിക്കുകയും ഒരു ഭൂഷണമായി അവരുടെ ആകർഷണീയതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ ദേവിയെ ലജ്ജ എന്ന് വിശേഷിപ്പിക്കുന്നു. രംഭാതിവന്ദിത, രംഭ തുടങ്ങിയ ദേവസ്ത്രീകളാൽ വന്ദിക്കപ്പെടുന്നവളാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. രംഭ, ഉർവശി, മേനക, തിലോത്തമ എന്നിവർ ദേവേന്ദ്രൻ്റെ സദസ്സിലെ നർത്തകികളാണ്. അവരുടെ ചുമതലകൾ നിർവിഘ്നം നടക്കുവാനായി അവർ ദേവിയുടെ അനുഗ്രഹം തേടി എന്നും ദേവിയെ ആരാധിക്കുന്നു. 143 ശ്ലോകം. ഭവതാവസുധാവൃഷ്ടി പാപാരണ്യദവാനല ദൗർഭാഗ്യതൂലവാതൂല ജരാധ്വാന്തരവിപ്രഭ. ഭവതാവ സുധാവൃഷ്ടി, ഭവതാവം എന്നാൽ സംസാരമാകുന്ന കാട്ടുതീ എന്ന് അർത്ഥം വരുന്നു. ഈ കാട്ടുതീയെ കെടുത്താനുള്ള അമൃതമഴയാണ് ദേവിയെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. ഭവം എന്നാൽ സംസാരം. ഈ നാമത്തെ 3 പിരിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഭവത, വസുധ, വൃഷ്ടി എന്ന് പറയാം. ഇവിടെ ഭവ എന്നതിന് ശിവൻ എന്ന് അർത്ഥമെടുക്കുന്നു. അപ്പോൾ ശിവജ്ഞാനം പ്രദാനം ചെയ്യുന്നവൾ ആണ് ദേവി എന്ന് കാണാം ഭവത എന്ന നാമം കൊണ്ട്. വസു എന്നാൽ രത്നം, സമ്പത്ത് എന്നൊക്കെ പറയാം. വൃഷ്ടി എന്നാൽ മഴ. അപ്പോൾ ഈ നാമം ദേവിയെ
ശിവപദം ദാനം ചെയ്യുന്നവളും സമ്പത്ത് വർഷം പൊഴിക്കുന്നവളും എന്ന് വിശേഷിപ്പിക്കുന്നു. പാപാരണ്യദവാനല, ആരണ്യമെന്നാൽ കാട്, പാപങ്ങളാകുന്ന കാടിന് കാട്ടുതീയായവളാണ് ദേവിയെന്ന് പറയുന്നു. പാപത്തെ നശിപ്പിക്കുവാനുള്ള പ്രാണശക്തി തരുന്നവളാണ് ദേവിയെന്ന് അർത്ഥം പറയുന്നു. ദൗർഭാഗ്യ തൂലവാ തൂല, തൂലമെന്നാൽ പഞ്ഞി, വാതൂലമെന്നാൽ കൊടുങ്കാറ്റ്. അപ്പോൾ ഈ നാമം ദേവിയെ ദൗർഭാഗ്യമാകുന്ന പഞ്ഞിക്ക് കൊടുങ്കാറ്റായവൾ എന്ന് വിശേഷിപ്പിക്കുന്നു. കൊടുങ്കാറ്റിൽ പഞ്ഞി വളരെ വേഗം പറന്നു പോകുന്നത് പോലെ ഭക്തരുടെ കഷ്ടകാലമെല്ലാം ദേവി വളരെ വേഗത്തിൽ തീർത്തു കൊടുക്കുന്നു എന്നർത്ഥം പറയുന്നു. ജരാധ്വാന്ത രവിപ്രഭ, ജര വാർദ്ധക്യമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന സൂര്യപ്രകാശമാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. സൂര്യരശ്മി ഇരുട്ടിനെ അകറ്റുന്നത് പോലെ വാർദ്ധക്യം തുടങ്ങുമ്പോഴുള്ള മനക്ലേശമായ ഇരുട്ടിനെ ദേവി അകറ്റുന്നു എന്നർത്ഥം. 144 ശ്ലോകം. ഭാഗ്യാബ്ധിചന്ദ്രിക ഭക്തചിത്തകേകി ഘനാഘന രോഗപർവതദംഭോളിർ മൃത്യുദാരുകുഠാരിക. ഭാഗ്യാബ്ധി ചന്ദ്രിക, അബ്ധി എന്നാൽ സമുദ്രം. ഭാഗ്യമാകുന്ന സമുദ്രത്തിന് ചന്ദ്രികയായവൾ എന്നാണ് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ചന്ദ്രൻ്റെ ഗതി അനുസരിച്ചാണല്ലോ സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. സമുദ്രത്തിൽ യഥാർത്ഥത്തിൽ ജലം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ സമുദ്രത്തിൻ്റെ സ്വരൂപത്തിലും പ്രകൃതത്തിലും മാറ്റം വരുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഭക്തചിത്ത കേകി ഘനാഘന, കേകി എന്നാൽ മയിൽ, ഘനാഘന എന്നാൽ മഴ തരുന്ന മേഘങ്ങൾ. ജീവരാശിയുടെ ക്ഷേമം മഴയെ ആശ്രയിച്ചിരിക്കുന്നു. സൂര്യൻ്റെ ചൂടിനാൽ ഭൂമി അത്യന്തം ചൂടുപിടിക്കുന്നതിനാൽ മഴമേഘങ്ങളെ കാണുന്ന മയിലുകൾക്ക് ആഹ്ലാദം അടക്കുവാനാവില്ല എന്ന് പറയുന്നു. അവ സന്തോഷത്തോടെ പീലി വിടർത്തി ആടുന്നു. അതുപോലെ ഭക്തന്മാരുടെ മനസ്സിൽ ദേവിയുടെ കാരുണ്യം ലഭിക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആഹ്ലാദിക്കുന്നു. ഭക്തരുടെ ചിത്തമാകുന്ന കേകികൾക്ക് ഘനാഘനമായവൾ എന്നാണ് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നത്. രോഗപർവ്വത ദംഭോളിർ മൃത്യുദാരു കുഠാരിക, രോഗപർവ്വത ദംഭോളി എന്നും മൃത്യുദാരു കുഠാരിക എന്നും രണ്ടായി ഈ നാമം മനസ്സിലാക്കണം. രോഗപർവ്വത ദംഭോളി, ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ചിറകുകൾ മുറിച്ചു കളഞ്ഞ് അവരെ ചലനശക്തി ഇല്ലാത്തവരാക്കി എന്ന് പുരാണങ്ങളിൽ പറയുന്നു. രോഗമാകുന്ന പർവ്വതങ്ങൾക്ക് വജ്രായുധം ആയവളാണ് ദേവിയെന്ന് പറയുന്നു ഇവിടെ. മൃത്യുദാരു കുഠാരിക, വൃക്ഷം ഭൂമിയെ പിളർന്ന് പുറത്തു വരുന്നതിനാൽ ദാരു എന്ന് പറയപ്പെടുന്നു. മരണമാകുന്ന വൃക്ഷത്തിന് കോടാലി പോലെയായവൾ ആണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. കോടാലി കൊണ്ടാണല്ലോ മരം നമ്മൾ മുറിക്കുന്നത്. 145 ശ്ലോകം. മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി. മഹേശ്വരി, ഈശ്വരന്മാർക്കും കൂടി ഈശ്വരിയായവൾ, മഹേശ്വരൻ്റെ പത്നി എന്നൊക്കെ നാമത്തിന് അർത്ഥം പറയാം. മഹാകാളി, മഹതിയായ കാളി, കാലനും കൂടി കാലനായവൾ, മഹാകാളൻ്റെ പത്നി, ഉജ്ജയിനി പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെ ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. കാളി എന്നും കാലി എന്നും പറയാം. കാലനും കൂടി കാലനിർണയം ചെയ്യുന്നവളാണ് ദേവി. ഉജ്ജയിനിയിലെ മഹാകാള ക്ഷേത്രത്തിലെ അധിദേവത മഹാകാളിയാണ്. മഹാകാളൻ ശിവനായതുകൊണ്ട് ദേവി മഹാകാളി. മഹാഗ്രാസ, ഗ്രാസം എന്ന് പറഞ്ഞാൽ കബളം, ഉരുള എന്നൊക്കെ അർത്ഥം പറയാം. മഹത്തായ ഗ്രാസത്തോടു കൂടിയവളാണത്രേ ദേവി. മഹാപ്രളയ സമയത്ത് സർവ്വ ചരാചരങ്ങളെയും ഒരു വലിയ ഉരുള പോലെ അകത്താക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. മഹാശന, അശനം എന്നതുകൊണ്ട് ഉള്ളിലടക്കി വയ്ക്കുക എന്നർത്ഥം പറയുന്നു. അപ്പോൾ ദേവിയെ മഹത്തായ അശനത്തോടു കൂടിയവളെന്ന് വിശേഷിപ്പിക്കുന്നു. സർവ്വ ചരാചരങ്ങളെയും ലോകങ്ങളെയും അവ്യക്തമായ മൂലതത്വത്തെയും ഉള്ളിലടക്കി വച്ചിരിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. അപർണ, ഋണം എന്നതിന് കടബാധ്യത എന്ന് പറയാം. ഒരു ഋണവും ഇല്ലാത്തവളാണ് ദേവി എന്ന് അർത്ഥമാക്കുന്നു. ഒന്നിനോടും ഒരു ബാധ്യതയും ദേവിക്കില്ല. പർണം എന്നാൽ ഇലകൾ എന്ന് പറയാം. പാർവതീദേവി ശിവനെ ലഭിക്കുവാനായി തപസ് ചെയ്തപ്പോൾ ഒരവസരത്തിൽ താഴെ വീഴുന്ന ഇലകൾ മാത്രമാക്കി ഭക്ഷണം. പിന്നീട് അതും ഉപേക്ഷിച്ചു. അതുകൊണ്ട് ദേവിയെ അപർണ, ഇലകൾ കൂടി ഭക്ഷണത്തിൽ നിന്ന് ത്യജിച്ചവളെന്ന് പറയുന്നു. ചണ്ഡിക, കോപിക്കുന്ന ശീലമുള്ളവളാണ് ദേവി എന്നിവിടെ പറയുന്നു. പാഷണ്ഡന്മാരോട് ദേവി വളരെയധികം കോപിക്കുന്നു. അതുകൊണ്ട് ദേവിയെ ചണ്ഡിക എന്ന് വിളിക്കുന്നു.
ചണ്ഡമുണ്ടാസുര നിഷൂദിനി. ചണ്ഡൻ, മുണ്ടൻ എന്നീ അസുരന്മാരെ നിഗ്രഹിച്ചവളാണ് ദേവി എന്നതിനാൽ ചണ്ഡമുണ്ടാസുര നിഷൂദിനിയായി. അതുകൊണ്ട് തന്നെ ദേവി ചാമുണ്ട എന്ന നാമത്തിലും പ്രസിദ്ധയായി. ഇന്നത്തെ 5 ശ്ലോകങ്ങളും കഴിഞ്ഞു. ഇതുവരെ 756 നാമങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി. മിഥ്യാജഗദധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയാലയകരി ലജ്ജ രംഭാതിവന്ദിത. ഭവതാവസുധാവൃഷ്ടി പാപാരണ്യദവാനല ദൗർഭാഗ്യതൂലവാതൂല ജരാധ്വാന്തരവിപ്രഭ. ഭാഗ്യാബ്ധിചന്ദ്രിക ഭക്തചിത്തകേകി ഘനാഘന രോഗപർവതദംഭോളിർ മൃത്യുദാരുകുഠാരിക. മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി. 146 മുതൽ 150 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.